വെൽക്കം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഇമേജിന് എങ്ങനെ സ്നോയി എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് നല്ല വെയിലുള്ളൊരു സമയത്ത് എടുത്തൊരു ഇമേജാണ്. അപ്പോൾ അതിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു മഞ്ഞുകാലത്ത് എടുത്ത ഇമേജ് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് അതിനെ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇറങ്ങാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ നിന്ന് സെലക്ട് മെനുന്ന് കളർ റേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് എടുക്കുന്നത്. ഒരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഫസിനെസ് ഒന്ന് കുറയ്ക്കാം. ഫസിനെസ് ഒരു 10 താഴെയുള്ളൊരു വാല്യൂ ആയിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് 6 നിങ്ങളുടെ ഇമേജിനനുസരിച്ചിരിക്കും എന്ത് വാല്യൂ കൊടുക്കണം എന്നുള്ളത്. മാക്സിമം ഒരു 10 താഴെയുള്ളൊരു വാല്യൂ, തീരെ 0 ആക്കണ്ട, 10 താഴെയുള്ളൊരു വാല്യൂ ആയിട്ട് കൊടുത്താൽ മതി. നമുക്കിനി പ്രിവ്യൂക്ക് വേണ്ടിയിട്ട് സെലക്ഷൻ പ്രിവ്യൂ തന്നെ എണ്ണാക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ കിട്ടി. ഇനി നമ്മൾ വേണ്ടത് ഇതിൻ്റെ ഗ്രീനുള്ള ഭാഗങ്ങളൊക്കെ സെലക്ട് ചെയ്യണം. അതിന് റൈറ്റ് സൈഡിൽ നിന്ന് മറ്റേ കളർ പിക്കർ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ആ ഗ്രീനിൻ്റെ വേരിയേഷൻസ് ഉള്ള ഭാഗത്തൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഗ്രീനുള്ള ഭാഗങ്ങളൊക്കെ സെലക്ട് ആയിട്ടുണ്ട്. നമുക്ക് ഒബ്ജക്റ്റ് സെലക്ട് ആവാനും പാടില്ല. നമ്മൾ ആ ചെറിയ പ്രിവ്യൂവിൽ നോക്കിയാൽ നമുക്ക് കാണാം. അല്ലെങ്കിൽ നമുക്ക് പ്രിവ്യൂ മാറ്റി ബ്ലാക്ക് ആൻഡ് ഗ്രേ സ്കെയിലിനാക്കി കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് കാണാം എന്തൊക്കെ സെലക്ട് ചെയ്യുന്നത്. വൈറ്റ് കാണുന്നൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് കാണണമെന്ന് സെലക്ട് ആയിട്ടില്ല. അപ്പോൾ നമുക്കിനി ഫസിനെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ നമുക്ക് ആ സെലക്ഷനൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കാം. ഒരുപാട് ഫസിനെസ് കൊടുത്തിട്ടുണ്ട് വെച്ചാൽ എല്ലാം സെലക്ട് ആവും. അത് നമുക്ക് വേണ്ട. ഒരു കുറച്ച് കൊടുത്താലും അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ നമുക്കൊരു മീഡിയം വാല്യൂവിൽ ഫസിനെസ് കൊടുക്കാം. നിങ്ങളുടെ ഇമേജ് എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും നിങ്ങൾ കൊടുക്കേണ്ട ഫസിനെസ്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നോക്കിയിട്ട് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തതിൽ ആളുടെ മുഖത്തൊക്കെ സെലക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിൽ നിന്ന് ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് അതിൻ്റെ സബ്ട്രാക്ഷൻ മോഡിലാക്കാം. ഏറ്റവും മുകളിൽ നിന്ന് നോക്കിയിട്ട് വെച്ചാൽ സബ്ട്രാക്ഷൻ മോഡ് കാണാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആ ജസ്റ്റ് ആളുടെ മുഖത്തും ആ സെലക്ഷനുള്ള ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് നൈസായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ ബ്രഷ് എടുക്കുക. ബ്രഷ് എടുക്കാൻ ബ്രഷിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും മറ്റേ കേളി ബ്രീസസ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവില്ലേ കീബോർഡിൽ, അത് രണ്ടും ഞെക്കി കൊടുത്താൽ മതി. അപ്പോൾ കൂടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആ ആളുടെ മുഖത്ത് മാത്രം സെലക്ഷനുള്ള ഭാഗത്ത് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. 1-2 ക്ലിക്ക് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ആ സെലക്ഷൻ പോയി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് സ്നോ എഫക്റ്റ് കൊടുക്കാം. അപ്പോൾ ലെയർ ബോക്സിൻ്റെ താഴെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന രണ്ടാമത്തെ ബട്ടൺ നിൽക്കുന്നുണ്ട് വെച്ചാൽ അതിനകത്ത് സോളിഡ് കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കൊരു കളർ ബോക്സ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ സ്നോയ്ക്ക് വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ നമ്മൾ ഈ സെലക്ട് ചെയ്ത് വെച്ച ഭാഗത്തിന് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതിന് ചെയ്യുന്നത്. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ആ ഒരു സോളിഡ് കളറിൻ്റെ ഒരു ലെയർ പുതിയതായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ലെയറിൻ്റെ റൈറ്റ് എൻഡിൽ കൊണ്ടുപോയി ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലെൻഡിങ് ഓപ്ഷൻസ് പറയുന്നൊരു വിൻഡോ വരും. അപ്പോൾ നമുക്ക് ഈ ഡാർക്കായിട്ട് ഭാഗത്ത് നമ്മുടെ എഫക്റ്റ് ഈ വൈറ്റ് കളർ കിടക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ അണ്ടർലൈങ് ലെയർ എന്ന് പറയുന്നിട്ടുള്ളൊരു സ്ലൈഡർ കാണാം. അതിനകത്ത് ആ സ്ലൈഡർ ഒന്ന് പതുക്കെ ആ ഒരു ഡാർക്ക് എൻഡിൽ നിന്ന് ബ്രൈറ്റ് എൻഡിലോട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു എഫക്റ്റ് ഡാർക്ക് ഭാഗത്ത് കിടക്കുന്ന എഫക്റ്റുകളൊക്കെ മാറി അത് കുറഞ്ഞു വരുന്നതാണ്. പക്ഷെ ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഒരു ഹാർഷായ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഷാർപ്പായിട്ടാണ് അത് വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഓൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആ സ്ലൈഡറിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ആ ഓൾട്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ച് ആ സ്ലൈഡറിൻ്റെ മീത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 എൻഡായിട്ട് സ്പ്ലിറ്റ് ആവും. ഇപ്പോൾ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു എഡ്ജസ് ഉള്ള എന്നാൽ ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളിൽ എഫക്റ്റ് എടുക്കാത്ത വിധത്തിൽ നമുക്ക് ഇതിനെ റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഗ്രീൻസിൻ്റെ ഒക്കെ സാറ്റുറേഷൻ കുറയ്ക്കാം. അതിനായിട്ട് നേരത്തെ പോലെ തന്നെ ലെയർ ബോക്സിൻ്റെ താഴെ പോയിട്ട് ഹ്യൂ സാറ്റുറേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുക. ഇപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് ഗ്രീൻ സെലക്ട് ചെയ്യാനായിട്ട് ആ ഹാൻഡ് സിമ്പിൾ ഉള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഗ്രീനുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ട് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഗ്രീൻസ് എല്ലാം സെലക്ട് ആയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് സാറ്റുറേഷൻ ഒരു ലോ വാല്യൂ ആയിട്ട് കൊടുക്കാം. ഒരുപാട് ഒരു ഒറിജിനാലിറ്റി ഇല്ലാത്ത പോലെ ആകണ്ട, എന്നാലും ഒരു മീഡിയം ലെവലിൽ നമുക്ക് ആ ഒരു സാറ്റുറേഷൻ കുറയ്ക്കാം. അതിനുശേഷം നേരത്തെ പോലെ തന്നെ നമുക്ക് അതിന് കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി വളർത്താൻ വേണ്ടി ഈ ബ്ലെൻഡിങ് ഓപ്ഷൻസ് എടുത്ത് അണ്ടർലൈൻ ലെയറിൽ പോയി അതിൻ്റെ സ്ലൈഡർ ലൈറ്റർ ഭാഗത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഒറിജിനൽ ഫീല് കിട്ടുന്നതാണ്. ആ ഒരു സാറ്റുറേഷൻ കുറച്ചതിന് ഒരു ഒറിജിനൽ ഫീല് കിട്ടും. അതിനുശേഷം നമുക്ക് അതും ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എഡ്ജസ് ഒന്നും ഒട്ടും പെർഫെക്റ്റ് അല്ല എന്നുള്ളത്. അപ്പോൾ ആ എഡ്ജസിനെ കൂടി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രഷ് ടൂൾ യൂസ് ചെയ്യാം.
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റുള്ള ഭാഗങ്ങളൊക്കെ സെലക്റ്റഡ് ആയെന്നും ബ്ലാക്ക് ഉള്ള ഭാഗങ്ങളൊന്നും സെലക്റ്റഡ് അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ബ്രഷിന് വൈറ്റ് കളർ യൂസ് ചെയ്യാം. ഒരു സോഫ്റ്റ് ബ്രഷ് എടുത്ത് നമുക്ക് ഈ എഡ്ജസിൽ മാത്രം നൈസായിട്ടൊന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ കുറച്ച് സ്നോഫ്ലേക്ക് എഫക്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗൂഗിളിൽ നിന്ന് സ്നോഫ്ലേക്കിൻ്റെ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യാം. നമ്മുടെ ഇമേജ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂവ് ചെയ്തിട്ട് ഇതിനൊന്ന് റീസൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരുപാട് കോപ്പീസ് എടുക്കാം. കോപ്പീസ് എടുക്കാൻ ജസ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരുപാട് കോപ്പീസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആ കോപ്പീസ് എല്ലാം ചേർത്ത് ക്യാൻവാസ് ഫില്ലാവുന്ന പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ എല്ലാ കോപ്പീസും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ മെർജ് ചെയ്യാം. അതിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മെർജ് ലെയേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാ കോപ്പീസും കൂടി മെർജ് ആയി ഒരൊറ്റ ലെയറായി മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ സ്നോഫ്ലേക്കിൻ്റെ ബ്ലെൻഡ് മോഡ് മാറ്റി സ്ക്രീൻ എന്ന മോഡിലേക്ക് ആക്കാം. ഇപ്പോൾ അതിൻ്റെ ബ്ലാക്കുകളെല്ലാം മങ്ങി വൈറ്റുകൾ മാത്രം തെളിഞ്ഞ് നിൽക്കുന്ന പോലെ സ്നോഫ്ലേക്കിൻ്റെ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ക്യാമറ ബ്ലർ എന്ന് പറയുന്നൊരു സംഗതി കൺസിഡർ ചെയ്യുമ്പോൾ അതിനൊരു ഇച്ചിരി ബ്ലർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിൽറ്റർ എന്ന മെനുവിൽ പോയി ബ്ലറിൽ ഗോഷൻ ബ്ലർ എന്ന ഓപ്ഷൻ എടുത്ത് ഏകദേശം ഒരു 5-നും 10-നും ഇടയിലുള്ളൊരു സൈസ് സെലക്ട് ചെയ്ത് അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ സ്നോഫ്ലേക്സ് ഒബ്ജക്റ്റിൻ്റെ മുഖത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്കത് മായ്ക്കാൻ വേണ്ടിയിട്ട് സ്നോഫ്ലേക്ക് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇറേസർ ടൂൾ എടുത്ത് മുഖത്ത് വരുന്ന ഭാഗത്തുള്ള സ്നോഫ്ലേക്സ് എല്ലാം മായ്ച്ച് കളയാം. ഒരുപാട് മായ്ക്കേണ്ട, അപ്പോൾ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവില്ല. നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്ന സ്നോഫ്ലേക്സ് മാത്രം മായ്ച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിനെ കുറച്ച് കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താം. അതിനായിട്ട് Ctrl+Shift+Alt+E എന്ന് പറയുന്ന ഷോർട്ട് കീ പ്രസ് ചെയ്താൽ ഈ എല്ലാ ലെയേഴ്സും ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു ലെയർ ഏറ്റവും ടോപ്പിൽ ഉണ്ടാവും. കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കേവ്സ് ആണ്. Ctrl+C എന്ന ഷോർട്ട് കീ യൂസ് ചെയ്തതിൻ്റെ വെച്ചും കേവ്സിൻ്റെ വിൻഡോ ഓപ്പൺ ആവും. അതിനുശേഷം നമുക്ക് വളരെ നൈസായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഇമേജ് നോയ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ മുകളിലെ ഫിൽറ്റർ മെനുവിൽ നിന്ന് ക്യാമറ റോ ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിലുള്ള നോയ്സ് റിഡക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിലെ നോയ്സസ് വളരെയധികം റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നോയ്സ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച് ആ ഇമേജിലെ ഗ്രെയിൻസിനെയാണ്. പിന്നെ ക്യാമറ റോ ഫിൽറ്ററിൽ തന്നെ ഒരുപാട് അധികം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇമേജിൻ്റെ ടോണ് വളരെ നല്ലൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെല്ലാം ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒട്ടും നിരാശപ്പെടുത്തില്ല. പിന്നെ ഫ്യൂച്ചർ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്, ബൈ.